നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൻമോഹൻ സിംഗ് ഇന്ത്യക്കാരായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് ശരിക്കും ബോധ്യമില്ലാത്തത് കോൺഗ്രസുകാർക്ക് തന്നെയാണോ എന്ന് ചോദിച്ചു പോകുകയാണ്. ഗാന്ധി കുടുംബം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇല്ല. എങ്കിലും ഏറെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വിവാദങ്ങളിൽ വന്നു നിറയുകയാണ്. കോൺഗ്രസിന്റെ കുഴി വെട്ടാൻ പോകുന്നത് ഒരുപക്ഷെ റോബർട്ട് വാദ്രയായിരിക്കും, അതിനൊരു സംശയവും വേണ്ട. മൻമോഹൻ സിംഗ് മരിച്ചതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി MP-യുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുൻപേ റോബർട്ട് വാദ്ര അദ്ദേഹം മരിച്ചു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി കത്തുകയാണ്. ആശുപത്രി പ്രസ്താവന പ്രകാരം മരണം സംഭവിച്ചത് 9:51 എന്നാൽ അതിനും 28 മിനിറ്റ് മുൻപേ റോബർട്ട് വാദ്ര മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു എന്നാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ കത്തിക്കയറുന്ന വലിയ വിവാദം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന ചർച്ച കോൺഗ്രസിലും ഇപ്പോൾ സജീവമാണ്. എന്താ അദ്ദേഹം മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വീട്ടിൽ നിന്നും 8 മണിയോടെ എയിംസിൽ എത്തിച്ച മൻമോഹൻ സിംഗിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ വളരെ രീതിയിലുള്ള ശ്രമമാണ് അവിടുത്തെ ഡോക്ടേഴ്സ് സംഘം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായില്ല. ഈ സമയം പ്രിയങ്ക ഗാന്ധി അടക്കം ആശുപത്രിയിലുണ്ടായിരുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനും ആലോചിച്ചു. അത് പിന്നീട് വേണ്ടെന്ന് വെക്കുകയാണ്. ഇതിനിടെയാണ് റോബർട്ട് വാദ്രയുടെ ട്വീറ്റ് വന്നത്. 10 മണിയോടെയാണ് എയിംസ് പത്രക്കുറിപ്പിറക്കിയത്. ഇതിൽ മരണസമയം വ്യക്തമായി തന്നെ 9:51 എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവാദത്തിൽ ഇപ്പോൾ റോബർട്ട് വാദ്ര പ്രതികരിച്ചിട്ടില്ല. ഗാന്ധി കുടുംബത്തെ പതിറ്റാണ്ടുകൾ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ ഇതെന്നാണ് BJP നേതാക്കളുടെ വിമർശനം വന്നിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നും BJP നേതാവ് അമിത് മാളവ്യ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്തെ സമുന്നതരായ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്ന് മോദി പറഞ്ഞത്. എയിംസിൽ ചികിത്സയിലിരിക്കെ 92-ാം വയസ്സിലാണ് മൻമോഹൻ സിംഗ് വിട പറഞ്ഞത്. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയായിരിക്കുന്നത്. 2004 മെയ് 22-നാണ് ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമേറ്റത്. രണ്ടാമത് അധികാരമേറ്റത് 2009 മെയ് 22-നും. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് 33 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം, അതിലൊരു തർക്കവുമില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയനായി. റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യത്തെ നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും UGC അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1987-ൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇത്രത്തോളം വലിയ ഒരു മഹത് വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ്. നരസിംഹറാവു സർക്കാരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ നട്ടെല്ല് ഉടച്ചു വാർക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ധനമന്ത്രി. ഏത് മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തെ പോലെ ഒരാളെയാണ് കോൺഗ്രസ് തന്നെ പലപ്പോഴും എത്രയോ തവണ അപമാനിച്ചിരിക്കുന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ ഒരു വേള അദ്ദേഹത്തെ റബ്ബർ സ്റ്റാമ്പ് പോലെ കണ്ടത് സോണിയാഗാന്ധി ഉൾപ്പെട്ട സംഘമാണെന്ന് എത്രയോ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന ലേബലിൽ റോബർട്ട് വാദ്ര കോൺഗ്രസിൽ കടന്നുകൂടി ഈ പാർട്ടിയുടെ അടിവേരിളക്കുന്ന നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാധ്യമങ്ങളായി പറയുന്നതല്ല, കോൺഗ്രസിലെ തന്നെ ഒരുപറ്റം ആൾക്കാർ
റോബർട്ട് വാദ്രയ്ക്കെതിരെ വിമർശനം ശക്തമാക്കി ഉയർത്തിയിട്ടുണ്ട്. അവരുടെ വാക്കുകളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.